എന്താടാ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നോ? എന്ത് പ്രശ്നം? നീ ആള് കൊള്ളാം, കവിതയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. എന്നാൽ എന്താ, വീണ്ടും കല്യാണ ചെറുക്കനായില്ലേ? ഹേയ്, പേടിക്കാനൊന്നുമില്ലടാ, എല്ലാം നിന്റെ മനസ്സിനുള്ളിൽ തന്നെ കിടന്നാ മതി. ദേ, ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലോടാ. കല്യാണ ചെറുക്കനാകുമ്പോ സുന്ദരനാവണല്ലോ അല്ലേ? നിനക്ക് എന്താ പറ്റിയേ? നീ കാര്യം പറ. അമ്മ, കവിത എന്റെ, അവളെ എനിക്ക് വേണം. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താണെങ്കിലും തുറന്നു പറ. ഞാൻ താലി കെട്ടാനിരുന്ന കവിതയെ ഒരുത്തം വീട്ടിൽ കയറി ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. അവക്ക് വേണ്ടി കാത്തിരുന്ന ഞാനൊരു മണ്ടനായില്ലേ? പിന്നെ ഒരു വർഷം കാത്തിരുന്നു. ഇനിയും അവളെ കൊണ്ടുപോകാൻ അവൻ വന്നാ വിടില്ല ഞാൻ. അവനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞത് നല്ല ഒന്നാം തരം നുണയാ. അന്ന് ഞാൻ അവനൊരു വണ്ടി കയറ്റി വിട്ടതാ. പിന്നെ അവൻ ചത്തുപോയി എന്ന് പോലീസ് പറഞ്ഞതും നുണയാ. ഓക്കെ, എന്റെ കളിയാ, എന്റെ കളി. ഞാൻ മോഹിച്ച പെണ്ണിനെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ച അത് സഹിച്ച് മിണ്ടാതിരിക്കാൻ ഞാനെന്താണോ ഒരു മണ്ടനാണെന്ന് നീ കരുതിയോ? നീ പുലിയായിരിക്കുമ്പോഴാണ് അവൾ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നീ പുലിയല്ല, മുഴുവാ, വൃത്തികെട്ട വെറും. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല ഗംഗ. ഇവനെ ഇനി ഈ ഭഗവതിപുരത്ത് കാണാൻ പാടില്ല. അന്ന് ഞാൻ അവനെ വിട്ടുകളഞ്ഞത് മണ്ടത്തരമായിപ്പോയി. അവനിപ്പം മടങ്ങി വന്നിട്ടുണ്ട്. ഭഗവതിപുരത്ത് കാലുകുത്തിയാ പിന്നെ അവനെ വിട്ടുകളയാൻ പാടില്ലല്ലോ. അന്ന് ഞാൻ കെട്ടാനിരുന്നവളെ നീ തട്ടിക്കൊണ്ടുപോയി. ഇന്ന് നിന്നെ ഞാനങ്ങ് തട്ടിക്കളയാൻ പോവാ. കൊല്ലണവനെ. കണ്ട തെമ്മാടികൾക്കൊക്കെ കേറി ഇറങ്ങി മേഞ്ഞിട്ട് പോവാൻ ഇത് നിന്റെ ചന്തയല്ലടാ, ഭഗവതിപുരം. ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, പറയുന്നൊന്ന് കേൾക്ക്. അടിച്ച് കൊല്ലണവനെ.
കൊല്ലാൻ എനിക്ക് പേടിയുണ്ടല്ലേ? ഈ നിമിഷമാണ് എനിക്ക് നിന്നെ കൊല്ലാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനാണ് ജീവിക്കാൻ നോക്കണം.